ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണല്ലോ പ്രമേഹം. ജീവിതശൈലി രോഗങ്ങളിൽ കാണപ്പെടുന്നതും എന്നാൽ ഭാവിയിൽ ഇതിന്റെ ഫലമായി വളരെയേറെ അധികം പ്രശ്നങ്ങളും ഉണ്ടായിത്തീരുന്ന അവസ്ഥ സംജാതമാക്കുന്ന ഒരു അവസ്ഥയാണല്ലോ പ്രമേഹം. കൂടുതൽ വിവരിക്കാൻ സമയം കുറവായതിനാൽ പ്രധാന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇതുമൂലം പ്രമേഹം മൂലം നാഡീവൈകല്യം, കാഴ്ചവൈകല്യം, വൃക്കരോഗങ്ങൾ, മാംസ്യപേശി ക്ഷയം, ധമനി തടസ്സം മൂലമുള്ള ഹൃദ്രോഗങ്ങൾ, അണുബാധ മൂലമുള്ള രോഗങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരക്കാർക്ക് ശരിയായി നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ മരിച്ചു ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് പലപ്പോഴും രോഗികളുടെ അവസ്ഥ. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും രോഗനിയന്ത്രണത്തിന്റെ കാര്യത്തിൽ അത്ര കണിശത കാണിക്കാറില്ല. പ്രമേഹം കൊണ്ട് ഭാവിയിൽ വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള അജ്ഞതയാകാം അതിനുള്ള പ്രധാന കാരണം. ഓരോ അവസ്ഥയിലും വരുന്ന സങ്കീർണതകളെ ചികിത്സിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജീവിതം മുഴുവൻ രോഗവും ചികിത്സയുമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇത്തരക്കാർക്കുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായ അറിവുകൾ നേടിക്കൊണ്ട് വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന കാര്യം പലരും കാര്യമാക്കാറില്ല. പ്രമേഹവും അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അറിവുകൾ രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കും. അതാണ് ചികിത്സയിൽ ആദ്യപടി ആയി വേണ്ടത്. കൂടാതെ ഭക്ഷണ കാര്യങ്ങളിലുള്ള നിയന്ത്രണം, പോഷക ആഹാരം, ഹോർമോണുകളുടെ നിയന്ത്രണം, ഇൻഫ്ലമേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ, ദഹനം കൃത്യമാവുക, ശരിയായ മാലിന്യ നിർമ്മാർജ്ജനം, ശരീരം ക്ലൻസിങ് ചെയ്യുക, ശരിയായ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ മെറ്റാബോളിസം കൃത്യമാവുക, സ്വസ്ഥമായ മനസ്സ്, വ്യായാമം, കൃത്യമായ ഉറക്കം, കൃത്യമായ മരുന്നുകൾ എന്നിവയാണ് ഇതിന് പ്രധാന പരിഹാരം എന്ന് പറയുന്നത്. ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും പോഷക ചികിത്സാ രീതികൾ നിലവിലുണ്ട്. സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ലാത്ത സയൻസ് ആൻഡ് ന്യൂട്രീഷൻ രീതികളാണത്. ശരിയല്ലാത്ത ഭക്ഷണ രീതി പിന്തുടർന്നുകൊണ്ട് മരുന്നുകൾ ഉപയോഗിച്ചാൽ അത് പ്രയോജനകരമല്ല എന്ന് WHO പോലും പറയുമ്പോൾ, എന്നാൽ ശരിയായ ഭക്ഷണ രീതി തുടർന്നാൽ മരുന്നുകളുടെ ആവശ്യമേ ഇല്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഇവിടെയാണ് ശരിയായ ഭക്ഷണവും മരുന്നുകളും നാം കണ്ടെത്തേണ്ടത്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളുടെ ഫലമായി കണ്ടെത്തിയിട്ടുള്ള പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു പോഷക ഉൽപ്പന്നത്തെ കുറിച്ച് നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാം. അതിന്റെ പേരാണ് ഗ്ലൈക്ക. ഒരു പുതിയ ഫോർമുലേഷനിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇതിനെ കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയാൻ മുന്നോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഗ്ലൈക്ക നിർമ്മിച്ചിരിക്കുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയുർവേദ ഹെൽത്ത് സയൻസ് ആൻഡ് മോളിക്യൂൾ ടെക്നോളജി ആയിട്ടുള്ള സമി സബിൻസ ഗ്രൂപ്പാണ്. എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രമേഹം ഒരു ക്രോണിക് ഡിസീസാണ്. അല്ലെങ്കിൽ ശരീരത്തിന്റെ
മെറ്റാബോളിസം ഡിസോർഡർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പാൻക്രിയാസിന്റെ പ്രവർത്തന വൈകല്യമോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിൽ എഫക്റ്റീവായി ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയിലാണ് പ്രമേഹം പിടിപെടുന്നത്. ഇതിന്റെ കാരണം പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ബീറ്റാ സെല്ലുകൾക്ക് ബാധിക്കുന്ന ഫ്രീ റാഡിക്കൽ മൂലമുള്ള തകരാറുകളാണ് ഇൻസുലിൻ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതും ഉൽപ്പാദിപ്പിച്ച ഇൻസുലിനെ വേണ്ടവിധം പ്രയോജനപ്പെടുത്താതിരിക്കാൻ കാരണവും. ഇന്ന് പ്രമേഹം ലോകത്ത് വളരെ വേഗത്തിൽ വളരുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പറയുന്നത് നോക്കൂ. 3.2 മില്യൺ ആളുകളാണ് ഓരോ വർഷവും ലോകത്ത് പ്രമേഹം മൂലം മരിക്കുന്നത്. 20-1 ആളുകൾ പ്രമേഹം മൂലം മരിക്കുന്നു. 8700 പേർ ഓരോ ദിവസവും മരിക്കുന്നു. 6 മരണം വീതം ഓരോ മിനിറ്റിലും സംഭവിക്കുന്നു. 10-1 മരണവും 35 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ളവരാണ്. 3-1 മരണം 35 വയസ്സിന് താഴെയുള്ളവരിലുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 171 മില്യൺ ആളുകൾ ലോകത്ത് പ്രമേഹ രോഗികളാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പറയും. 2030 ഇത് ഇരട്ടിയാകും. അപ്രോക്സിമേറ്റ് 350 മില്യണിലേക്ക് എത്തും എന്ന് പറയുന്നു. ഇതിന് കാരണം ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇത് 150% വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഡെവലപ്പിംഗ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ, അത്തരം 3-ാം ലോക രാജ്യങ്ങളിൽ ഇതിന്റെ വർധനവ് വളരെ അധികം ആണ് എന്ന് കണക്കുകൾ പറയുന്നു. ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് അമിതവണ്ണം, പോഷകാഹാരക്കുറവ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകള്, ഫാസ്റ്റ് ഫുഡുകള്, റേഡിയേഷനുകള്, അതുപോലെ തന്നെ പൊള്യൂട്ടഡ് എൻവയോൺമെന്റുകൾ, ഇതെല്ലാമാണ് ഇതിന്റെ കാരണമായി പറയുന്നത്. ഡെവലപ്ഡ് രാജ്യങ്ങളിൽ സാധാരണയായി റിട്ടയർമെന്റിന് ശേഷമാണ് പ്രമേഹം പിടിപെടുന്നതെങ്കിൽ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ 35 വയസ്സിനും 64 വയസ്സിനും ഇടയിൽ ഉള്ളവർക്ക് പ്രമേഹം പിടിപെടുന്നതായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകളിൽ പറയുന്നു. കാരണങ്ങൾ ശരീരത്തിലെ അമിതമായ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ലെവൽ അമിതമായ വർദ്ധിക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. എന്നാൽ ഗ്ലൂക്കോസ് ശരീരത്തിന് എനർജി നൽകുന്നതിന് വളരെ അത്യാവശ്യവുമാണ്. അത് ക്രമീകരിച്ച് നിലനിർത്തുക വളരെ പ്രധാനപ്പെട്ടതുമാണ്. പ്രമേഹം 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം പ്രശ്നം സൃഷ്ടിക്കുന്നത് ടൈപ്പ് 2 എന്ന പ്രമേഹമാണ്. ലോകത്തിലെ പ്രമേഹ രോഗികളുടെ കണക്കുകൾ ടോപ്പ് 10 കൺട്രീസിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ, 2 ചൈന, 3 USA, 4 ഇന്തോനേഷ്യ, 5 ജപ്പാൻ, പാകിസ്ഥാൻ, റഷ്യ, ബ്രസീൽ, ഇറ്റലി, ബംഗ്ലാദേശ് എന്നിവയാണ് പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള 10 രാജ്യങ്ങൾ. ഇന്ത്യയിൽ 2000-ൽ 31.7 മില്യൺ പ്രമേഹ രോഗികളായിരുന്നു. അത് 2030-ൽ 79.4 മില്യൺ ആകുമെന്നാണ് WHO കണക്കുകൾ പറയുന്നത്. ചൈനയിൽ 2000-ൽ 20.8 മില്യൺ രോഗികളായിരുന്നു. 2030-ൽ അത് 42.3 മില്യൺ ആകാനുള്ള സാധ്യതയാണ് പറയുന്നത്. USA-ൽ 2000-ൽ 17.7 മില്യൺ ആളുകൾ രോഗികളായിരുന്നു. 2030-ൽ അത് 30.3 മില്യൺ ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് WHO കണക്കുകൾ പറയുന്നത്. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ അമിതമായി മൂത്രം പോവുക, അമിതദാഹം,
അമിത വിശപ്പ്, ഭാരം കുറയുക, കാഴ്ച മങ്ങുക, ക്ഷീണം, ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ ഒരു പ്രൈമറി ലക്ഷണങ്ങളായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രമേഹം മൂലമുള്ള അപകടങ്ങൾ: ഹൃദ്രോഗ സാധ്യത, ഹാർട്ട് ഫെയിലിയർ, ബ്ലഡ് വെസൽസ് ഹാർഡൻ, ഐ വിഷൻ ചേഞ്ച്, കിഡ്നി പ്രോബ്ലംസ്, നെർവസ് പ്രോബ്ലംസ്, ഫുഡ് പ്രോബ്ലംസ്, ഇതെല്ലാം ഇതിനെ തുടർന്ന് വരാവുന്ന വലിയ പ്രശ്നങ്ങൾ തന്നെ ആണ്. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് സമി ഡയറക്റ്റ് ഗ്ലൈക്ക കെയർ തയ്യാർ ചെയ്തിട്ടുള്ളത്. സയന്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ ക്ലിനിക്കലി ഇവാലുവേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എഫക്റ്റീവ് ഇൻഗ്രീഡിയൻസുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ഹെർബൽ എക്സ്ട്രാക്ട് മോളിക്യൂളുകൾ ആണ്, ഫുള്ളി ന്യൂട്രിയൻസുകളാണ്. ഇത് ബ്ലഡ് ഷുഗർ ലെവലിനെ ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ശരീരത്തിന്റെ ഇൻസുലിൻ ഉപയോഗത്തെ എഫക്റ്റീവായി ഉത്തേജിപ്പിക്കുന്നത് വഴി ഷുഗർ ലെവൽ ക്രമീകരിക്കുന്നു. ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ നിലനിർത്തുകയും ചെയ്യുന്നു. പാരമ്പര്യമായി പ്രമേഹമുള്ള കുടുംബങ്ങളിൽ എല്ലാവർക്കും ഇത് ഉപയോഗിച്ചാൽ പുതിയ തലമുറയ്ക്ക് പ്രമേഹം വരാതെ സംരക്ഷിക്കാവുന്നതാണ്. കോമ്പോസിഷൻ ആൻഡ് ഇൻഗ്രീഡിയൻസ്: മോമോഡിസിൻ, ക്രോമിയം പിക്കോളിനേറ്റ്, സിങ്ക്, cinnamon extract, silbinol, bioperin, Geminima sylvester, Salacia reticulata, Ijonia jambulina എന്നിവയാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റുകൾ. മോമോഡിസിനെ കുറിച്ചുള്ള സ്റ്റഡീസിൽ പറയുന്നു, HbA1c പരിശോധനയിൽ ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിക്കുന്ന ഷുഗർ ലെവൽ നോർമലൈസ് ചെയ്യുകയും ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ക്രമീകരിക്കുകയും ചെയ്യുന്നതായി പഠനങ്ങൾ പറയുന്നു. RBC അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ നോർമൽ ലൈഫ് എന്ന് പറയുന്നത് 3 to 4 months ആണ്. ഈ 3 to 4 monthsല് HbA1c പരിശോധനയിൽ ഈ 3-4 മാസത്തിലെ നമ്മളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഷുഗർ ലെവലിനെയാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. അതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. അതിൽ കൂടുതലായാൽ അത് നോർമൽ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. സിന്നമൺ എക്സ്ട്രാക്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്